നെടുമ്പാശ്ശേരിയിൽ നിന്ന് ദുബായിലേക്കുള്ള വിമാനത്തിൽ ഞാൻ സീറ്റ് പിടിക്കുമ്പോൾ സമയം വൈകുന്നേരം 5:30. ഭാര്യയ്ക്കും സഹോദരങ്ങൾക്കുമൊപ്പം ദുബായിലെ മറ്റൊരു സഹോദരൻ്റെ അടുത്തേക്കാണ് എൻ്റെ യാത്ര. 6 പേരടങ്ങുന്ന യാത്രാ സംഘത്തിൽ 3 വയസ്സുകാരി ഗൗരിയുമുണ്ട്. സഹോദരൻ്റെ മകളാണ് അവൾ. ഇൻഡിഗോയുടെ എക്കണോമിക് ക്ലാസ്സിലാണ് ഇരിപ്പിടം. 5:45 വിമാനം റൺവേയിലേക്ക് ഇറങ്ങി. അസ്തമയ സൂര്യൻ്റെ വെളിച്ചത്തിൽ റൺവേ കാഴ്ചകൾ കാണാൻ ഞങ്ങളെല്ലാം ജനാലയുടെ ഓരത്തേക്ക് തിക്കിത്തിരക്കി. വേഗത കൂടിക്കൂടി ചെറിയൊരു ഇളക്കത്തോടെയുള്ള വിമാനത്തിൻ്റെ ടേക്ക് ഓഫ് ആദ്യമായി വിമാനത്തിൽ കയറുന്നവർക്ക് ഒരൽപ്പം പേടിപ്പെടുത്തുന്ന അനുഭവമാണ്. അറബിക്കടൽ കടക്കാൻ വിമാനം ആകാശപാതയിലേക്ക് കുതിച്ചുയർന്നു. പുഴകളും പാടങ്ങളും പൊട്ടുപോലുള്ള കെട്ടിടങ്ങളുമെല്ലാം താഴെ കാണാം. ഈ കാഴ്ചകളെ മറച്ച് പിന്നാലെ മേഘങ്ങളും ഓടിയെത്തി. വളഞ്ഞു പുളഞ്ഞൊഴുകുന്ന പെരിയാറും പച്ചപുതച്ച പാടങ്ങളും മലയാള നാടിൻ്റെ ഇതുവരെ കാണാത്ത മനോഹരമായൊരു രൂപം എനിക്ക് കാട്ടിത്തന്നു. മെല്ലെ മെല്ലെ കാഴ്ചകളെ മറച്ച് മേഘപാളികൾ എത്തിച്ചേർന്നു. കണ്ണെടുക്കാതെ ഈ കാഴ്ചകളെല്ലാം ഞാൻ കുറേ നേരം കണ്ടിരുന്നു. ആകാശം ഒരു വർണ്ണലോകമാണ്. ഇളം നീല പ്രതലവും അതിനിടയിലൂടെ കടന്നുവരുന്ന സൂര്യപ്രകാശവുമാണ് ആദ്യം കൺമുന്നിൽ തെളിഞ്ഞത്. പിന്നീട് പല രൂപങ്ങളിലുള്ള മേഘങ്ങൾ താഴെയും തെളിഞ്ഞ ആകാശം മുകളിലും.
പിന്നീട് അസ്തമയ സൂര്യൻ്റെ മങ്ങിയ നിറമായി ആകാശത്തിന്. ഇരുട്ട് വീഴുന്നവരെ വിമാനത്തിൻ്റെ ജനാലയിലൂടെ ഞാൻ ഈ സുന്ദരമായ ദൃശ്യാനുഭവം ആസ്വദിച്ചു. വാച്ചിൽ ഏകദേശം 9 മണിയായപ്പോൾ വിമാനയാത്ര അവസാനിക്കാറായി എന്ന അറിയിപ്പ് ലഭിച്ചു. വീണ്ടും എൻ്റെ കണ്ണുകൾ ജനാലയിലൂടെ പുറത്തേക്ക് നീങ്ങി. നോക്കെത്താ ദൂരത്ത് വൈദ്യുത വിളക്കുകൾ മാല പോലെ വിരിച്ചിരിക്കുന്നു. ദുബായ് നഗരത്തെ ആദ്യമായി കാണുന്ന എനിക്ക് ലഭിച്ച പ്രതീതി ഇതായിരുന്നു. കാഴ്ചകൾ കൂടുതൽ അടുത്തുകൊണ്ടിരുന്നു. ഏറെ നേരം ഈ കാഴ്ച തുടർന്നു. ക്രമേണ വിമാനം വെളിച്ചത്തിലേക്ക് കൂടുതൽ അടുത്തു തുടങ്ങി. ഇപ്പോൾ വഴികളും അതിലൂടെ പോകുന്ന വാഹനങ്ങളുമെല്ലാം കാണാം. അങ്ങനെ ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൻ്റെ റൺവേയിലേക്ക് വിമാനം താഴ്ന്നിറങ്ങി. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് ദുബായ് വിമാനത്താവളത്തിൽ വന്നിറങ്ങുമ്പോൾ ആനയും ആടും പോലുള്ള വ്യത്യാസങ്ങളാണ് കൺമുന്നിൽ തെളിയുന്നത്. നെടുനീളൻ വിമാനത്താവളമായതിനാൽ കുറേ നടക്കാനുണ്ട്. പടി കയറാൻ എസ്കലേറ്ററുകൾക്കൊപ്പം നിരപ്പുള്ള സ്ഥലങ്ങളിൽ ട്രാവലേറ്ററുകളും പ്രവർത്തിക്കുന്നു. മാർഗനിർദ്ദേശത്തിന് ജീവനക്കാർ എല്ലായിടത്തുമുണ്ട്. അത്യാധുനിക സംവിധാനങ്ങളെല്ലാം നിറഞ്ഞ ദുബായ് വിമാനത്താവളത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ തമ്മിൽ മെട്രോ ട്രെയിൻ സർവീസിലൂടെയാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. വലിപ്പം വിശദീകരിക്കാൻ കൂടുതലൊന്നും പറയേണ്ടതില്ല എന്ന് കരുതുന്നു. ഏതാനും മിനിറ്റുകൾക്കകം തന്നെ ഞങ്ങൾക്കുള്ള ട്രെയിൻ എത്തിച്ചേർന്നു. ട്രെയിനിൽ നല്ല തിരക്കാണ്. മെട്രോ ട്രെയിനിലാണ് യാത്രികരെ ലഗേജ് വിഭാഗത്തിലേക്ക് എത്തിക്കുന്നത്. ട്രെയിനിൽ നിന്ന് ഇറങ്ങിയ ഉടനെ ആളുകൾ ഓടുന്നത് കണ്ടപ്പോൾ എന്താണ് കാര്യമെന്ന് ആദ്യം മനസ്സിലായില്ല. എന്നാൽ
എമിഗ്രേഷൻ കൗണ്ടറിലേക്കുള്ള നീണ്ട നിര കണ്ടപ്പോൾ ഈ ഓട്ടത്തിന് പിന്നിലെ കാര്യം വ്യക്തമായി. എമിഗ്രേഷനിൽ ഫോട്ടോഗ്രഫി നിരോധിച്ചിരിക്കുകയാണ്. എൻ്റെ രേഖകൾ പരിശോധിച്ച അറബ് ഉദ്യോഗസ്ഥ വലിയ ഗൗരവക്കാരിയായിരുന്നു. രേഖകൾ പരിശോധിച്ചതിനൊപ്പം കണ്ണുകൾ സ്കാൻ ചെയ്ത ശേഷം അവർ എനിക്ക് എമിഗ്രേഷൻ ക്ലിയറൻസ് നൽകി. ഞാൻ താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ടും അവർ കേട്ടതായി പോലും ഭാവിച്ചില്ല. കുറെ ചുറ്റിത്തിരിഞ്ഞെങ്കിലും അവസാനം വിമാനത്താവളത്തിൻ്റെ പുറത്ത് ഞങ്ങൾ എത്തിച്ചേർന്നു. അധികം താമസിയാതെ സഹോദരൻ കാറുമായി എത്തിച്ചേർന്നു. ഗറൂദ് എന്ന സ്ഥലത്താണ് ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത്. ജനുവരി മാസമായതിനാൽ നല്ല തണുപ്പാണ്. ഫ്ലൈ ഓവറുകളും തുരങ്കപാതയുമെല്ലാം കടന്ന് ഞങ്ങളുടെ കാർ പായുകയാണ്. നിരത്തിൽ ധാരാളം വാഹനങ്ങളുണ്ടെങ്കിലും ഗതാഗതക്കുരുക്ക് എവിടെയുമില്ല. ഇരുവശങ്ങളിലും വർണ്ണശബളമായ കാഴ്ചകൾ. ഏകദേശം 15 കിലോമീറ്റർ യാത്ര ചെയ്ത് ഞാൻ താമസ സ്ഥലത്തെത്തി. ഷാർജ അതിർത്തിയിലെ അൽനദയിൽ 45 നിലയുള്ള അപ്പാർട്ട്മെൻറ്റിൻ്റെ 32ാം നിലയിലാണ് ഇനിയുള്ള എൻ്റെ ദുബായ് രാവുകൾ.